Hi friends, welcome back to another episode of KENZA TECHS. My name is Russell Farhan. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ എന്താണെന്നല്ലേ, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഡിസ്പ്ലേ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അവിടെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്ലാഷ് ലൈറ്റ് കത്തും, അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻ മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അങ്ങനെ പല ഓപ്ഷനും നമ്മുടെ ക്യാമറയ്ക്ക് താഴെ ആയിക്കൊണ്ട് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എനേബിൾ ചെയ്ത് വെക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ, അതിന് പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിക്കൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ടാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് വെൽക്കം ടു ടാപ്പ് എന്ന് കാണാൻ സാധിക്കും. അതിനടിയിലായിക്കൊണ്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നും അതിനടിയിലായിക്കൊണ്ട് സ്കിപ്പ് സെറ്റപ്പ് എന്നും കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ഈ സ്കിപ്പ് സെറ്റപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മുകളിലായിക്കൊണ്ട് കാണാൻ സാധിക്കും അക്സസിബിലിറ്റി സർവീസ് ഈസ് ഡിസേബിൾഡ്. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസിലേക്ക് മാറി വരുന്നതാണ്. ഇവിടെ നമ്മൾ ടാപ്പ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് ഓൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ എലോ കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ അടിയിലായിക്കൊണ്ട് ടാപ്പ് സെക്കൻഡറി സർവീസ് എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് എലോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ടാപ്പ് ആക്ഷൻസ് എന്ന് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓക്കെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ ഓൾറെഡി ഡബിൾ ടാപ്പ് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണോ വരേണ്ടത്. ഞാൻ ഇപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്ത സമയത്ത് ഇവിടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓണായി വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഫസ്റ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിരിക്കും വരിക. അത് മാറ്റിക്കൊണ്ട് നമുക്കിപ്പോൾ പുതിയത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആപ്ലിക്കേഷൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പെട്ടെന്നൊരു ടാപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ് എങ്ങനെ കത്തിക്കാമെന്ന് നമുക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടി ഇവിടെ ആഡ് ആക്ഷൻസ് എടുക്കുക. അതിലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എലോ കൊടുക്കുക. ഫ്ലാഷ് ലൈറ്റ് ഇവിടെ ആഡായി വരുന്നതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്ലാഷ് ലൈറ്റ് കത്തിക്കണം. അതിന് വേണ്ടിക്കൊണ്ട് അതിൽ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഫസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്ലാഷ് ലൈറ്റ് കത്തിക്കോളും. അതിനു മുമ്പ് നമ്മളിവിടെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം ഡിസ്പ്ലേ ഓഫ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് ഡിസ്പ്ലേ ഓൺ എന്നുള്ളതും ക്ലിക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഹോം പേജിലേക്ക് പോവുക. അതിനുശേഷം ഫോണൊന്ന് തിരിച്ച് വെച്ച് നമ്മൾ ബാക്ക് സൈഡിൽ ഇവിടെ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റ് കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഡബിൾ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആവുന്നതുമാണ്. അപ്പോൾ വളരെ നല്ല രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ടാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ കൊണ്ട് ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.